പൊട്ടിത്തെറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു 10 വയസ്സുകാരൻ, അതിന്റെ കാരണക്കാരൻ സ്വന്തം പിതാവ് തന്നെയാണ്. ഈ പിതാവ് വീട്ടിൽ ഇങ്ങനെയാണ് പെരുമാറാറുള്ളത്. നമ്മുടെ കുട്ടികൾ പറയുന്നതും നമ്മൾ ഉപദേശിക്കുന്നതും അല്ല അവർ ചെയ്യുക, അവർ കാണുന്നതും അനുഭവിക്കുന്നതിനെയും കോപ്പി ചെയ്യുകയാണ്. ഇവരുടെ ബ്രെയിനിലെ ഒരു മിറർ ന്യൂറോൺ സിസ്റ്റം ആക്റ്റീവ് ആകും. ഇവർ കാണുന്നതിനെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇവര് ജനിച്ചു വീഴുമ്പോൾ ഒരു വെള്ള പേപ്പർ പോലെയാണ്, അതിനകത്ത് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നീട് കുത്ത്, കോമ, പുള്ളി ഇതൊക്കെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്നതിന് ഇവർ പകർത്തുകയാണ്. 8 വയസ്സ് വരെ ഇവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അവരുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം. വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുക, ഇവരുടെ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന വിവര ശേഖരണം നടത്തുക. നമ്മൾ പറയാറുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്ന വർഷമാണ് ഞാൻ ജനിച്ചത്. അത് ശരിക്കും നമ്മളുടെ ഡേറ്റ് ഓഫ് ഡെലിവറിയാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്താണ് ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് സംഭവിക്കുന്നത്. അവിടെ നിന്ന് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നുണ്ട്. അമ്മയുടെ മാനസിക സംഘർഷം, അമ്മയും അച്ഛനും തമ്മിലുള്ള സംസാരങ്ങൾ, വഴക്കുകൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ഇതൊക്കെ ആ കുഞ്ഞിലേക്ക് സ്വഭാവമായിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പിറന്നു വീഴുമ്പോൾ കാണുന്നതും ഈ കുഞ്ഞ് ഇവരെ തന്നെയാണ്. ഇവരാണ് ലോകത്തിലെ ആദ്യത്തെ അവരുടെ അധ്യാപകന്മാർ. ആ വീടാണ് അവരുടെ ആദ്യത്തെ വിദ്യാലയം. മനസ്സിലാക്കുക, ഏതൊരു കുഞ്ഞിൻ്റെ സ്വഭാവ ദൂഷ്യത്തിനും കാരണക്കാരെ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് രക്ഷിതാക്കളിലാണ് എത്തിച്ചേരുക.